Dear students, നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് 2 പേപ്പറിലുള്ള മൊഡ്യൂൾ 2ൽ ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യാണ്. അവിടെ ഓംസ് ലോ തൊട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്തത് പോയിൻറ്റിങ്സ് തിയറം ആൻഡ് ന്യൂട്ടൺസ് തേർഡ് ലോ ഇൻ ഇലക്ട്രോഡൈനാമിക്സ് വരെ അതുവരെയുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലുള്ള ആ പോർഷൻസിലൊക്കെ ഉള്ള ഡൗട്ട്സ് നിങ്ങൾ നേരിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ ഓഫ് ഇലക്ട്രോഡൈനാമിക്സ് ആണ്. അതിൽ സ്കാലാർ ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യൽസ് എന്താണ്, ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് മെയിൻലി കൂളം ഗേജ് ആൻഡ് ലോറൻസ് ഗേജ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയോട് കൂടി മൊഡ്യൂൾ 2 പോർഷൻസ് കംപ്ലീറ്റ് ആവും. സോ ഗെറ്റിംഗ് ബാക്ക് ടു പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ. ഓക്കെ, പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇലക്ട്രോഡൈനാമിക്സ് പറയുന്ന സമയത്ത് ഉള്ള മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഗോസസ് ലോ ആണ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡൈവർജൻസ് മാഗ്നറ്റിക് ഫീൽഡിന് ഡൈവർജൻസ് ഇല്ലാത്തത് കാരണം മാഗ്നറ്റിക് മോണോപോൾസ് ഇല്ലാത്തതാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് ആണ് നോ മാഗ്നറ്റിക് മോണോപോൾസ്. മോണോപോൾസ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോളോ സൗത്ത് പോളോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോൾസ് ഇല്ല എന്നാണ് ഇതിൻ്റെ മീനിങ്. അടുത്തത് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഡോ ബി ബൈ ഡോ ടി. ഇതിന് നമ്മൾ ഫാരഡേസ് ലോ എന്ന് പറയും. അപ്പം ഇത് മീൻ ചെയ്യുന്നത് whenever the magnetic flux linked with a circuit or a system changes, there will be an induced electric field generated in the circuit, okay, or the system. Now last one, അത് എഴുതാൻ വിട്ടുപോയി, അതിൻ്റെ പേര് എഴുതാൻ വിട്ടുപോയി. ഇത് ആംബിയസ് ലോ ആണ്. ഇത് മോഡിഫൈഡ് ആംബിയസ് ലോ ആണ്. മാക്സ്വെൽ ആംബിയസ് ലോനെ മോഡിഫൈ ചെയ്ത് കിട്ടിയ ഒരു ഫോമാണിത്. ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി, വേർ ഇ ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ രണ്ടാമത് ആഡ് ചെയ്ത ടേമിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയും. അതിൽ മ്യൂ 0 ഒഴിവാക്കിയിട്ട് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടീനെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, സോ ഇലക്ട്രോഡൈനാമിക്സിൽ ഉള്ള പ്രോബ്ലംസ് എല്ലാം എന്താണ്? സോ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു ചാർജ് ഡെൻസിറ്റി റോയും ഒരു കറണ്ട് ഡെൻസിറ്റി ജെയും. അപ്പം ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ചുള്ള ഇക്വേഷൻസ് ആണ് ഈ 4. ഓക്കെ, അപ്പം ഇത് രണ്ടും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചാർജ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ we can calculate electric and magnetic field using the Maxwell's equations. Maxwell's equation വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡിന് 3 കമ്പോണൻ്റ് ഉണ്ടാവും 3 ഡയമെൻഷനിൽ, അല്ലേ? എക്സ് വൈ ഇസഡ് കമ്പോണൻ്റ് ഉണ്ടാവും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന് 3 കമ്പോണൻസ് ഉണ്ടാവും, എക്സ് വൈ ഇസഡ് കമ്പോണൻസ്. സോ ടോട്ടൽ നമുക്ക് 6 കമ്പോണൻസ് കണ്ടുപിടിക്കണം ഈ ഒരു ഫോർമുലേഷൻ വെച്ച്. ഓക്കെ, അതായത് ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ട് ഈ 6 അൺനോൺസ് കണ്ടുപിടിക്കണം. സോ വിച്ച് ഈസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, പക്ഷേ അത് സ്റ്റാറ്റിക് കേസിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാര്യം റോയും ജെയും തന്നു കഴിഞ്ഞാൽ കൂളംസ് ലോ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. റോ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അതുപോലെ ബയഡ്-സാവേർട്സ് ലോ വെച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കാം. പക്ഷേ ഡൈനാമിക്സ് കേസിൽ, സ്റ്റാറ്റിക് കേസിലാണ് ഈ പറയുന്നത്. അതായത് വെൻ യു ഹാവ് എ സ്റ്റഡി കറണ്ട് ഓർ ദ ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. ഓക്കെ, in those cases you can find out electric and magnetic field using Coulomb's law and Biot-Savart's law. But when the charges are moving or when you consider the dynamics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കേസിൽ, so it is very difficult to calculate E and B. Okay, now how do we find electric and magnetic field in the case of a time dependent configuration? ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, ടൈം ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയും ജെയും ഒക്കെ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ടൈമിനനുസരിച്ച് വ്യത്യാസപ്പെട്ടു വരും. അങ്ങനെ ഒരു കേസിൽ വി ഹാവ് ടു റെഡ്യൂസ് ദ ഡിഫിക്കൽട്ടി, അല്ല 6 വേരിയബിൾസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? there we can use the scalar and vector potential. ഇത് നിങ്ങൾ പഠിച്ചതാണ്, എന്താണ് സ്കാലാർ പൊട്ടൻഷ്യൽ, വെക്ടർ പൊട്ടൻഷ്യൽ എന്നൊക്കെ.
അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമ്മൾ സ്കാലർ ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യൽ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നൗ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് സ്റ്റാറ്റിക് കേസിൽ നമുക്കറിയാം ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 ആയിരുന്നു സ്റ്റാറ്റിക് കേസിൽ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് 0 ആകുമ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം ദ വെക്റ്റർ ഫീൽഡ് ക്യാൻ ബി റിട്ടേൺ ആസ് എ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ പൊട്ടൻഷ്യൽ അല്ലേ. വി ഒരു സ്കാലാർ പൊട്ടൻഷ്യലായിട്ട് ഡിഫൈൻ ചെയ്യാം. ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി, ഇത് ഗ്രേഡിയൻറ്റ് വി ആണ്. ഓക്കെ, പക്ഷേ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ കേസിൽ ഡെൽ ക്രോസ് ഇ 0 അല്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. E is not equal to minus gradient of a scalar potential. So we have to modify this in a little bit. ഇത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. ഓക്കെ, പക്ഷേ ആ ഒരു ഡൈനാമിക്സിൻ്റെ കേസിലായാലും നമുക്കറിയാം ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. അത് എല്ലാ സ്ഥലത്തും 0 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവർജൻസ് 0 ആണെങ്കിൽ നമുക്ക് ആ വെക്റ്റർ ഫീൽഡിനെ കേൾ ഓഫ് അനദർ വെക്റ്റർ ഫീൽഡായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്കറിയാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ, അതായത് ഫാരഡേസ് ലോ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ഇ 0 അല്ല, സ്റ്റാറ്റിക് കേസിൽ മാത്രമാണ് 0. സ്റ്റാറ്റിക് കേസിൽ 0 ആവുന്നത് എങ്ങനെയാണ്? ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അപ്പം ഇത് 0 ആയിട്ട് പോകും. പക്ഷേ ഡൈനാമിക് കേസിൽ ഡെൽ ക്രോസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ ടി ആണ്. കാരണം ബി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. സോ ഇറ്റ് ഈസ് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ യു വിൽ ഗെറ്റ് എ നോൺ സീറോ ഡെറിവേറ്റീവിന് ഒരു നോൺ സീറോ വാല്യൂ ഉണ്ടാവും. ഓക്കെ, നൗ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വെക്റ്റർ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഡെൽ ക്രോസ് എ ആണ്. ഓക്കെ, സോ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് എ. അപ്പം ഈ ഡോ ബൈ ഡോ ടി അകത്തോട്ട് കൊണ്ടുപോകാം. അകത്തോട്ട് കൊണ്ടുപോകുമ്പം ഇതൊരു സ്പേഷ്യൽ ഓപ്പറേറ്ററാണ്. ഇത് സ്പേസിനനുസരിച്ച് മാറുന്ന ഓപ്പറേറ്ററാണ്. അതൊരു ടൈം ഡെറിവേറ്റീവ് ഇല്ല, ടൈമിൻ്റെ ഫങ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഡെറിവേറ്റീവ് ഇവിടെ വരും. എ ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം, ഇറ്റ് ക്യാൻ ബി ഫങ്ഷൻ ഓഫ് ടൈം. ഓക്കെ, സോ നമുക്കിങ്ങനെ എഴുതാം മൈനസ് ഡെൽ ക്രോസ് ഡോ എ ബൈ ഡോ ടി എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡെൽ ക്രോസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഡെൽ ക്രോസ് ഉണ്ട്. അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഡെൽ ക്രോസിനെ കോമൺ ആയിട്ട് എഴുതാം. ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ എ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പം ഇത് ഈ ഒരു ഫോമിൽ വന്നു. ഈ ഒരു ഫോമിൽ വന്നു ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 അല്ലേ. കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് ഈസ് 0 എന്നുള്ള ഫോമിൽ വന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ള മൊത്തം ക്വാണ്ടിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. ഓക്കെ, സോ സ്കാലർ പൊട്ടൻഷ്യൽ അപ്പോൾ ഇ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ടേം സെക്കൻഡ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ യു ഗെറ്റ് മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഉള്ള അതായത് ഇ ഈക്വൽ ടു മൈനസ് ഡോ വി ഗ്രേഡിയൻ വി എന്നുള്ളത് മോഡിഫൈ ചെയ്തിട്ട് അതിനോടുകൂടി ഒരു അഡീഷണൽ ടേം കൂടി വന്നു ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, ഓർ എ ടൈം വേരിങ് സിറ്റുവേഷൻ. അപ്പം സ്റ്റാറ്റിക് കേസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എ കോൺസ്റ്റൻ്റ് ആവും. എ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഡോ ബൈ ഡോ ടി ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് 0 ആയിട്ട് പോകും. ദെൻ യു വിൽ ഗെറ്റ് എ സ്റ്റാറ്റിക് റിസൾട്ട് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഓക്കെ, സോ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പം നമുക്ക് 2 എക്സ്പ്രഷൻസ് കിട്ടി. ഒന്ന് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ, ദാറ്റ് ഈസ് ദ വെക്റ്റർ പൊട്ടൻഷ്യൽ എ, ആൻഡ് ഇ ഈക്വൽ ടു minus gradient v minus dou a by dou t, where v is the scalar potential. Okay, now ഈ 2 പൊട്ടൻഷ്യൽസ് വെച്ചിട്ട് നമുക്ക് ഈ മാക്സ്വെൽസ് ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റി എഴുതുന്നത് നോക്കാം. ഓക്കെ, പറയാം നമ്മൾ ഈ പൊട്ടൻഷ്യൽസ് ഡിഫൈൻ ചെയ്ത സമയത്ത് ഇക്വേഷൻ 1 and 2, അതായത് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എന്നുള്ള ഇക്വേഷനും ഈ ഇക്വേഷൻ ഇ ഈക്വൽ ടു മൈനസ് ഗ്രേഡിയൻ വി മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നുള്ള ഇക്വേഷൻ, ഈ രണ്ടും 2 മാക്സ്വെൽസ് ഇക്വേഷൻ ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാര്യം എന്താ? ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എന്ന് എഴുതിയത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇയുടെ ഡെറിവേഷൻ ചെയ്തത്. അപ്പോൾ ഈ 2 ഇക്വേഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏത്? സ്കാലാർ പൊട്ടൻഷ്യൽ ബി ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഈ 2 ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ
വാട്ട് അബൌട്ട് ദീസ് ടു ഇക്വേഷൻ? ഗോസസ് ലോയും അതുപോലെ ആംബിയസ് ലോയും ഒബേ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഡിഫൈൻ ചെയ്ത സ്കാലാർ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനും വെക്റ്റർ പൊട്ടൻഷ്യൽ ഇക്വേഷനും 1ഉം 4ഉം ഇക്വേഷൻ 1ഉം 4ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? സോ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. ഏതാ? ഗോസസ് ലോ ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇക്ക് നമുക്ക് അറിയാവുന്ന ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് സ്കാലാർ പൊട്ടൻഷ്യൽ മൈനസ് ഡോ എ ബൈ ഡോ ടി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഡെൽ ഡോട്ട് ഡെൽ ചെയ്താണ് ഡെൽ സ്ക്വയർ വി വരും. മൈനസ് ഡെൽ സ്ക്വയർ വി ഇവിടെ ചെയ്യുന്ന സമയത്ത് ഡോ ബൈ ഡോ ടിയോ ഡെൽ ഡോട്ട് എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇത് മൈനസ് സൈനൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ യിൽ ഗെറ്റ് ഡെൽ സ്ക്വയർ വി പ്ലസ് ഡോ ബൈ ഡോ ടി ഡെൽ ഡോട്ട് എ ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. സോ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പോസോൺസ് ഇക്വേഷൻ്റെ ഒരു ഫോമാണ്. പോസോൺസ് ഇക്വേഷൻ ശരിക്കും ഇങ്ങനൊരു ടേം ഇല്ല അല്ലേ? അപ്പോൾ സ്റ്റാറ്റിക് കേസിൽ പോസോൺസ് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു ടേം ഇല്ല, ബാക്കി ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഡൈനാമിക് കേസിൽ ഇത് പോസോൺസ് ഇക്വേഷന് അനലോഗസ് ആയിട്ട് വരുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 4 എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ 2ഉം ഈ ഇക്വേഷൻ ഈയുടെ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആംബിയസ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 4ൽ, അതായത് ഈ ഒരു ആംബിയസ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്താ കിട്ടുക? ഇവിടെ ഡെൽ ക്രോസ് ബിക്ക് പകരം ഡെൽ ക്രോസ് എന്ന് കൊടുത്തു. മ്യൂ 0 ജെ ആണ്, മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി ആണ്. ഇക്ക് പകരം നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് സ്കാലാർ പൊട്ടൻഷ്യൽ മൈനസ് ഡോ എ ബൈ ഡോ ടി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ ഇത് ട്രിപ്പിൾ പ്രോഡക്റ്റ് വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയൻ്റ് ഓഫ് divergence of A minus del square A equal to mu 0 j minus mu 0 epsilon 0 gradient of dou V by dou t. ഫസ്റ്റ് ടേം ഈ d by dt ഇവിടെ വിക്ക് അപ്ലൈ ചെയ്യാം. മൈനസ് സെക്കൻഡ് ടേമിൽ mu 0 epsilon 0 ഇവിടെ ഒരു ടൈം ഡെറിവേറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു ഡെറിവേറ്റീവ്. അപ്പോൾ രണ്ട് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ എ എന്ന് വരും. ഓക്കെ, ഇനി ഈ ടേംസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. എയുടെ ടേംസ് ഡെൽ സ്ക്വയർ എ എടുക്കാം, ഈ ഒരു ടേം എടുക്കാം, അതിനപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇത് ഈ ഒരു ടേമായിട്ട് ക്ലബ് ചെയ്യാം. ഓക്കെ, സോ യിൽ ഗെറ്റ് ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ മൈനസ് ഈ ഒരു ടേം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ യിൽ ഗെറ്റ് മൈനസ് സൈൻ ഗ്രേഡിയൻ്റ് ഓഫ് ഡെൽ ഡോട്ട് എ. അത് ഏതുമായിട്ട് കമ്പൈൻ ചെയ്യാം? ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ മൈനസ് സൈൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് സൈൻ വരും. പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും. സോ യിൽ ഗെറ്റ് മൈനസ് മ്യൂ 0 ജെ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ്, അതായത് ഈ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം ഇതിൽ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ എൻറ്റയർ ഇൻഫോർമേഷൻ അടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ 4 ഇക്വേഷനും ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷൻസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്, ഇതിലും ഫസ്റ്റ് ഇക്വേഷനിലും ഫോർത്ത് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇക്വേഷൻ 5 and 6 ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 5ഉം അതുപോലെ 6ഉം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് ഇക്വേഷൻസിൽ മാക്സ്വെൽസ് ഇക്വേഷനിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ്? അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻസ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെയുള്ളത്. സോ യു ഹാവ് എ സ്കാലാർ പൊട്ടൻഷ്യൽ എ ആൻഡ് എ വെക്റ്റർ പൊട്ടൻഷ്യൽ സ്കാലാർ പൊട്ടൻഷ്യൽ വി ആൻഡ് എ വെക്റ്റർ പൊട്ടൻഷ്യൽ എ. സ്കാലാർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒറ്റ വാല്യൂ ഉള്ളൂ. വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന് 3 കമ്പോണൻസ് ഉണ്ട്, എക്സ് വൈ ഇസെഡ്. ഓക്കെ, സോ നമുക്ക് ആദ്യം 6 വേരിയബിൾസ് കണ്ടുപിടിക്കണമായിരുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും 6 കമ്പോണൻസ് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവിടേക്ക് എത്തിയപ്പോൾ പൊട്ടൻഷ്യൽ ഫോർമുലേഷനിലേക്ക് എത്തിയ സമയത്ത് 4 വേരിയബിൾസ് മാത്രം കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലെത്തി. ഏതൊക്കെയാണ് 4 വേരിയബിൾസ്? ഒന്ന് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഒരു കമ്പോണൻറ്റ്,
സ്കാലാർ പൊട്ടൻഷ്യലിൻ്റെ ഒരു കമ്പോണൻറ്റ്, അതുപോലെ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ 3 കമ്പോണൻറ്റ്സ്, അങ്ങനെ ടോട്ടലി 4 വേരിയബിൾസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ 4 വേരിയബിൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പം നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ അഗ്ലിയാണ്. അത് ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെയാണ് ഡേവിഡ് ജെ ഗ്രിഫിത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻസ് 5 and 6, it looks ugly and you will suddenly withdraw from this formulation എന്നുള്ളൊരു ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ടാൽ തന്നെ ഇത് ഇട്ടിട്ട് പോവും എന്നുള്ള രീതിയിലാണ് ഗ്രിഫിത്ത് പറഞ്ഞിരിക്കുന്നത്. സോ യു നീഡ് സംതിങ് എക്സ്ട്രാ ടു സിംപ്ലിഫൈ ദിസ് ഫോർമുലേഷൻ അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ അതിന് എക്സ്ട്രാ ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെക്റ്റർ ഫീൽഡിൻ്റെ, അതായത് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ, അതുപോലെ തന്നെ സ്കാലാർ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെയും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെയും സ്കാലാർ പൊട്ടൻഷ്യലിൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണ്. അതിനൊരു സിമെട്രി ഉണ്ട്. ഓക്കെ, ഒരു ഫ്രീഡം ഉണ്ട്, അതിന് ഗേജ് ഫ്രീഡം ഉണ്ട്. എന്താണ് ഗേജ് ഫ്രീഡം എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ എനി സ്കാലാർ ഫംഗ്ഷൻ ലാംഡ ഈസ് എ സ്കാലാർ ഫംഗ്ഷൻ, ഇറ്റ്സ് എ വാല്യൂ, ഒരു ഫംഗ്ഷനാണ് വിച്ച് ഈസ് ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. സ്പേസ് അതായത് പൊസിഷൻ അനുസരിച്ചും ടൈമിനനുസരിച്ചും മാറുന്ന ഒരു സ്കാലാർ ഫംഗ്ഷനാണ്. ഓക്കെ, വി ക്യാൻ ആഡ് ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ ടു എ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കൂടെ ഒരു സ്കാലാർ ഫംഗ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം, പ്രൊവൈഡഡ് വി സൈമൾട്ടേനിയസ്ലി സബ്ട്രാക്ട്. അതിങ്ങനെ വെറുതെ ആഡ് ചെയ്യുന്നല്ല, അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം സ്കാലാർ പൊട്ടൻഷ്യലിൽ നിന്നും ഡോ ലാംഡ ബൈ ഡോ ടി എന്നുള്ള ഒരു ടേം സബ്ട്രാക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ, അതായത് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കൂടെ ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ ആഡ് ചെയ്യാം, അതുപോലെ അതേ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ടൈം ഡെറിവേറ്റീവ് സ്കാലാർ പൊട്ടൻഷ്യൽ വിയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ച് ആൻ അഡീഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനെയുള്ളൊരു മാറ്റം വിൽ നോട്ട് അഫക്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇ ആൻഡ് ബി. നമ്മളിങ്ങനെ ഇത്തരത്തിൽ ആഡ് ചെയ്താൽ പോലും എയുടെ കൂടെയും വിയുടെ കൂടെയും ഇത്തരത്തിലുള്ള ചേഞ്ചസ് നടത്തിയാൽ പോലും ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഉള്ള വാല്യൂ വ്യത്യാസം വരുന്നില്ല. ആദ്യം എത്രയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ്, അതേ വാല്യൂ ആയിരിക്കും എയുടെ കൂടെയും വിയുടെ കൂടെയും ഇത്തരത്തിലുള്ള അഡീഷനും സബ്ട്രാക്ഷനും നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ ബിയുടെ വാല്യൂ സെയിം ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, സച്ച് ചേഞ്ചസ് ഇൻ വി ആൻഡ് എ ആർ കോൾഡ് ഗേജ് ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ ചേഞ്ച് ചെയ്യാം, അതായത് ഇപ്പം നമുക്ക് അവിടെ ഒരു ഫ്രീഡം ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. ഫോർമുലേഷൻ ഏതായാലും നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അതുകൊണ്ട് വിയിലും എയിലും നമുക്കിപ്പോൾ ഒരു ഫ്രീഡം കിട്ടി. അതായത് നമുക്കത് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ മനസ്സിലാവും. അപ്പം അങ്ങനെ മോഡിഫൈ ചെയ്താലും ഇയുടെയും ബിയുടെയും വാല്യൂവിനും വ്യത്യാസം വരുന്നില്ല. സോ വി ഹാവ് എ ഫ്രീഡം. അതിന് പറയുന്ന പേരാണ് ഗേജ് ഫ്രീഡം. ഇനി ഗേജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു എയുടെ കൂടെ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ ഫംഗ്ഷൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അത് മാത്രം ചെയ്താൽ പോരാ, വിയിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് സ്കാലാർ ഫംഗ്ഷൻ, ടൈം ഡെറിവേറ്റീവ് സബ്ട്രാക്ട് ചെയ്യണം. ഈ 2 ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയുടെയും ബിയുടെയും വാല്യൂ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അതിൻ്റെ പ്രൂഫ് എങ്ങനെ നോക്കാം. സപ്പോസ് വി ഹാവ് 2 സെറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് 2 സെറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഒന്ന് സ്കാലാർ പൊട്ടൻഷ്യൽ വിയും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എയും. അതുപോലെ തന്നെ വേറൊരു സെറ്റ് ഉണ്ട്, വി ഡാഷും ഉണ്ട്. വി ഡാഷ് അനദർ സ്കാലാർ പൊട്ടൻഷ്യൽ, എ ഡാഷ് അനദർ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. പക്ഷേ ഇത് രണ്ടും ഒരേ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് തരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കാം എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ കൂടെ, സപ്പോസ് എ ഡാഷിൻ്റെ കൂടെ എയിൽ നിന്നുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ആൽഫയാണ് നിൽക്കുക. അതുപോലെ വി ഡാഷിൻ്റെ കൂടെ വിയിൽ നിന്നുള്ള ചേഞ്ച് ബീറ്റയാണ് നിൽക്കുക. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. അതിന് നമുക്ക് അറിയാത്തത് കൊണ്ട് ആൽഫ ബീറ്റ എന്ന് 2 വേരിയബിൾ കൊടുക്കും. ഓക്കെ, പിന്നീട് നമ്മൾ കണ്ടുപിടിക്കും ആൽഫ എത്രത്തോളം വേരി ചെയ്യാം, ബീറ്റ എത്രത്തോളം വേരി ചെയ്യാം. ഓക്കെ,
പക്ഷെ നമുക്കറിയാം ഇത് രണ്ടും ഒരേ മാഗ്നറ്റിക് ഫീൽഡാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽ ക്രോസ് എ ഡാഷ് ചെയ്താലും ഡെൽ ക്രോസ് എ ചെയ്താലും ഒരേ മാഗ്നറ്റിക് ഫീൽഡാണ് വരുന്നത്. സോ നമുക്ക് എഴുതാം ഡെൽ ക്രോസ് എ ഡാഷ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ എന്ന് എഴുതാം. ഓക്കെ, ഇനി എ ഡാഷിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ പ്ലസ് ആൽഫ, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്ന ഡെൽ ക്രോസ് എ പ്ലസ് ഡെൽ ക്രോസ് ആൽഫ ഈക്വൽ ടു ഡെൽ ക്രോസ് എ. ഡെൽ ക്രോസ് എ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഫൈനലി യു വിൽ ഗെറ്റ് ഡെൽ ക്രോസ് ആൽഫ ഈക്വൽ ടു 0. പക്ഷേ നമുക്കറിയാം ഒരു കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ് 0 ആണെങ്കിൽ നമുക്ക് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ആൽഫ ഈക്വൽ ടു നമുക്കൊരു ഗ്രേഡിയൻ്റ് ഓഫ് അനദർ സ്കാലാർ ഫംഗ്ഷൻ ലാംഡ ആയിട്ട് വരും. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ. അപ്പോൾ ഈ ലാംഡ ആൽഫ മാറ്റിയിട്ട് ഇവിടെ ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് രണ്ടും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ് തരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതായത് ഫസ്റ്റ് സെറ്റ് തരുന്ന ഇലക്ട്രിക് വിയും എയും തരുന്ന ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് വി മൈനസ് ഡോ എ ബൈ ഡോ ടി. അതുപോലെ ഈ സെറ്റ് തരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് വി ഡാഷ് മൈനസ് ഡോ എ ഡാഷ് ബൈ ഡോ ടി. പക്ഷേ ഇത് രണ്ടും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. സോ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതെഴുതി മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് വി ഡാഷ് മൈനസ് ഡോ എ ഡാഷ് ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിനുള്ള വി ഡാഷിനും എ ഡാഷിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഡാഷ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വി പ്ലസ് ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എ ഡാഷിന് നമുക്കറിയാം എ പ്ലസ് ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ. നമ്മൾ ആൽഫ എത്രയെന്ന് കണ്ടുപിടിച്ചിരുന്നു, ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ഇനി എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ ഗ്രേഡിയൻ്റ് ഓഫ് വി മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് ബീറ്റ ഈസ് മൈനസ് ഡോ എ ബൈ ഡോ ടി. ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയൻ്റ് ഓഫ് ഡോ ലാംഡ ബൈ ഡോ ടി എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ തന്നെ ഒരേ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോയി, ഈ ടേമും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് ബീറ്റ മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് ഡോ ലാംഡ ബൈ ഡോ ടി ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗ്രേഡിയൻറ്റ് കോമൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് ബി പ്ലസ് മൈനസ് സൈനൊക്കെ അപ്പുറത്തോട്ട് വരും. ഓക്കെ, ബി പ്ലസ് ഡോ ലാംഡ ബൈ ഡോ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് ഇത് 0, ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ ഫംഗ്ഷൻ ഈസ് 0 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പൊസിഷൻ ആണ്. ഓക്കെ, അതായത് ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഓപ്പറേറ്ററാണ്. സ്പേഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻറ്റിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് അല്ലേ. അപ്പോൾ അതെല്ലാം അവിടെയൊക്കെ സ്പേഷ്യൽ വേരിയബിളാണ്, സ്പേസ് വേരിയബിൾ. എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ സ്പേസ് വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം 0 ആണെന്ന് പറയുന്ന മീനിങ് ഈ ഒരു ക്വാണ്ടിറ്റി സ്കാലാർ പൊട്ടൻഷ്യൽ എന്നുള്ള ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പൊസിഷൻ. അങ്ങനെ വരുമ്പോഴാണ് ഇത് 0 ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇതൊരു പക്ഷേ ഇതിന് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ ഈക്വൽ ടു മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി പ്ലസ് കെ ഓഫ് ടി. അതായത് ടൈമിനനുസരിച്ച് വരുന്ന ഒരു ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കെ ഓഫ് ടീനെ ലാംഡയിലേക്ക് അബ്സോർബ് ചെയ്യാം. ഒരു ഫംഗ്ഷനാണ്, നമുക്കത് കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഫംഗ്ഷനായിട്ട് എഴുതാം. അങ്ങനെ അബ്സോർബ് ചെയ്ത ഫംഗ്ഷനാണ് ഈ പുതുതായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബീറ്റ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡോ ലാംഡ ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ, വി എന്ന് പറഞ്ഞാൽ വി ഡാഷ് എന്ന് പറഞ്ഞാൽ വി മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി. അപ്പോൾ ഇത്രയും ചേഞ്ചസ് അതിൽ വരാം. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് പൊട്ടൻഷ്യൽസ് ഒരേ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ് വരുമെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡയും ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി ആവാം. ഓക്കെ, വെർ ലാംഡ ഈസ് എനി ജനറൽ സ്കാലാർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത്തരം ചേഞ്ചസ് നടത്തിയപ്പോൾ അത് ഒരേ മാഗ്നറ്റിക് ഫീൽഡാണോ തരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടാവും. ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പോൾ ബി ഡാഷ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ ഡാഷ് ആണ് അല്ലേ. എ ഡാഷ് നമുക്കിപ്പോൾ അറിയാം വാല്യൂ എത്രയാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പ്ലസ് ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ. ഓക്കെ, ഇപ്പോൾ ഡെൽ ക്രോസ് എ വന്നു, എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഡെൽ ക്രോസ് ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ എന്ന് വന്നു. ഏതൊരു സ്കാലാർ ഫംഗ്ഷൻ്റെയും
കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി. സോ ഡെൽ ക്രോസ് ചെയ്യുന്നു. ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ബി ഡാഷ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഇ ഡാഷ് ചെക്ക് ചെയ്യുക. ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് വി ഡാഷ് മൈനസ് ഡോ എ ഡാഷ് ബൈ ഡോ ടി. ഓക്കെ, ചെക്ക് ചെയ്യാം. വി ഡാഷിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എ പ്ലസ് ഗ്രേഡിയൻ്റ് ഓഫ് ലാംഡ. എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരുപോലെ വരുന്ന ടേംസ് ക്യാൻസൽ ചെയ്യാം. ഈ ടേമും ക്യാൻസൽ ചെയ്ത് ബാക്കി ഗെറ്റ് മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് ഇ മൈനസ് ഡോ എ ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ. അപ്പോൾ അതൊന്ന് മനസ്സിലാവുന്ന ഇത്തരം ചേഞ്ചസ് നടത്തിയാലും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. ഇനി എന്തിനാണ് ഈ ഒരു ചേഞ്ചസ് ഗേജ് ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഗേജ് ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് സ്കാലർ ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യൽ വെച്ച് നമ്മൾ 2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. ഈ ഇക്വേഷൻസിൽ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇക്വേഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേജ് ട്രാൻസ്ഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ 2 തരത്തിൽ ഇത് നമ്മൾ 2 ഗേജസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വേറെയും ഗേജസ് ഉണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ള കൂളം ഗേജും ലോറൻസ് ഗേജുമാണ്. ഓക്കെ, കൂളം ഗേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗേജ് ട്രാൻസ്ഫർമേഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം എയുടെ കൂടെ നമുക്ക് ഏതൊരു ഗ്രേഡിയൻ്റ് ഓഫ് എനി സ്കാലർ ഫംഗ്ഷൻ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്യൂട്ടബിൾ സ്കാലർ ഫംഗ്ഷൻ എയുടെ കൂടെ ആഡ് ചെയ്യുക സച്ച് ദാറ്റ് ദ ഡൈവർജൻസ് ഓഫ് എ ഈസ് 0. അതായത് ഡൈവർജൻസ് ഓഫ് എ 0 ആവുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സ്കാലർ ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് എക്ക് അനുസരിച്ച് ചൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തുന്ന സമയത്ത് ഇത് 0 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. അപ്പം ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ എടുക്കുന്നതാണ് കൂളം ഗേജ് എന്ന്. കൂളം ഗേജിൽ ഡൈവർജൻസ് ഓഫ് എ 0 ആണ്. അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ 5 എന്നുള്ള ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യും? ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 5 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. കൂളം ഗേജ് എടുക്കുന്ന സമയത്ത് ഡെൽ ഡോട്ട് എ 0 ആണ്. അപ്പോൾ ഈ ടേം പോവും. സോ ഇതിൽ ഗെറ്റ് ഇങ്ങനെ ഒരു പോസോൺസ് ഇക്വേഷൻ തന്നെ വരും അല്ലേ. പോസോൺസ് ഇക്വേഷൻ്റെ പ്രത്യേകത നമുക്കതിൻ്റെ സൊല്യൂഷൻ അറിയാമെന്നുള്ളതാണ്. ഓക്കെ, ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സെറ്റിംഗ് വി അറ്റ് ഇൻഫിനിറ്റി, പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. ഇപ്പോൾ സ്കാലർ പൊട്ടൻഷ്യൽ കിട്ടി. ഓക്കെ, 1/4πε0 റോ ഡി ടോ ബൈ ആർ. ഇതാണ് ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഓക്കെ, പക്ഷേ അതാണ് കൂളം ഗേജിൻ്റെ അഡ്വാൻറ്റേജും. അതായത് സ്കാലർ പൊട്ടൻഷ്യൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഗേജിൽ. അപ്പോൾ നോക്കുക, വെക്റ്റർ പൊട്ടൻഷ്യൽ ഈ ഇക്വേഷൻ 6 എങ്ങനെ മോഡിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇക്വേഷൻ 6ൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂളം ഗേജ് ആകുമ്പോൾ ഈ ഡെൽ ഡോട്ട് എ 0 ആണ്. അപ്പോൾ ഇത് 0 ആയിട്ട് പോയി. അപ്പോൾ ബാക്കി എല്ലാ ടേമും എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളതും സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന സമയത്ത് അതൊരു വലിയൊരു ഇക്വേഷനാണ് കിട്ടുക. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു ഇക്വേഷൻ സോൾവ് ചെയ്യണം കൂളം ഗേജിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ കൂളം ഗേജിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ സ്കാലർ പൊട്ടൻഷ്യൽ കാണാൻ ഈസിയാണ്. പക്ഷേ വെക്റ്റർ പൊട്ടൻഷ്യൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി ലോറൻസ് ഗേജ് ഉണ്ട്. ലോറൻസ് ഗേജിൽ ചെയ്യേണ്ടത്, നമ്മൾ എയുടെ കൂടെ ഒരു ഗ്രേഡിയൻ്റ് ഓഫ് സ്കാലർ പൊട്ടൻഷ്യൽ ആഡ് ചെയ്യാം. എയുടെ കൂടെ ഒരു ഗ്രേഡിയൻ്റ് ഓഫ് സ്കാലർ പൊട്ടൻഷ്യൽ ആഡ് ചെയ്യാം in such a way that divergence of A is equal to minus mu 0 epsilon 0 dou v by dou t. ഈ രീതിയിൽ നമ്മൾ എയുടെ കൂടെ ഒരു ഗ്രേഡിയൻ്റ് ഓഫ് സ്കാലർ പൊട്ടൻഷ്യൽ ആഡ് ചെയ്യേണ്ടത് എയുടെ കൂടെ ആഡ് ചെയ്യുക സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും എന്താ സംഭവിക്കുന്നത്? ഈയുടെയും ബിയുടെയും വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, നമുക്കൊരു വർക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആകുന്ന സമയത്ത് ഇക്വേഷൻ 6ഉം ഇക്വേഷൻ 5ഉം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 5ലും 6ലും. ഒന്നുകൂടി എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇക്വേഷൻ 5, ദർ ഈസ് ഇക്വേഷൻ 5. ഇക്വേഷൻ 5ൽ ഇവിടെ വരേണ്ടത് എന്താണ്? ഡെൽ ഡോട്ട് എ ഈക്വൽ ടു mu 0 epsilon 0. അതായത് ഈ കണ്ടീഷൻ ലോറൻസ് ഗേജിൻ്റെ കണ്ടീഷൻ കൊടുക്കുക.
ഈ കണ്ട് മൈനസ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ വി ബൈ ഡോ ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ del square v by mu 0 epsilon 0 dou square v by dou t square minus rho by epsilon 0. അതുപോലെ ഇക്വേഷൻ 6ൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 6 എവിടെ? സോ ഡെൽ ഡോട്ട് എ ഈക്വൽ ടു മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ, ഈ ടേമേ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് മ്യൂ 0 ചെയ്യും. അപ്പം ആ രണ്ട് ഇക്വേഷനാണ് ഒരേപോലത്തെ ഇക്വേഷനാണ് കിട്ടുക. എക്കും വിക്കും ഒരേപോലെ ഇപ്പോഴത്തെ ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ ലോറൻസ് ഗേജ് സ്കാലർ പൊട്ടൻഷ്യലും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലും ഈക്വൽ ഫൂട്ടിങ്ങിലാണ് എടുക്കുന്നത്. അത് ഒരുപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും ഡിയാലംബേഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട്. ഡിയാലംബേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് രണ്ട് ടേമിലും ഉള്ള ഓപ്പറേറ്റേഴ്സ് മാറ്റി നിർത്തുക. ഇവിടുന്ന് എ പുറത്തെടുക്കുക. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ഡെൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ. ഇതൊരു സ്പേഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഇതൊരു ടൈം ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിയാലംബേഷൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ, ഈ മൊത്തം ഓപ്പറേറ്റർ എന്ന് പറയുന്ന പേരാണ് ഡിയാലംബേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് പകരം നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പം എന്നിട്ട് ഇത് ഡിയാലംബേഷൻ സ്ക്വയർ ഡിയാലംബേഷൻ ഓപ്പറേറ്റർ എ ഈക്വൽ ടു മൈനസ് മ്യൂ 0 ജെ. അതേപോലെ തന്നെ വിയുടെ ഇക്വേഷൻ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എന്താ 4 ഡയമെൻഷണൽ വേർഷൻ ഓഫ് പോസോൺസ് ഇക്വേഷൻ. ഇത് പോസോൺസ് ഇക്വേഷൻ്റെ അതേപോലെ തന്നെ വരുന്നത്, പക്ഷേ ഇവിടെ ഒരു സ്പേസ് ഡെറിവേറ്റീവും ടൈം ഡെറിവേറ്റീവും വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് 4 ഡയമെൻഷൻ എന്ന് പറയാൻ കാര്യം. 3 സ്പേഷ്യൽ വേരിയബിളുണ്ട്, ഒരു ടൈം വേരിയബിളുണ്ട്. അങ്ങനെ സ്പേസ് ടൈം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4 ഡയമെൻഷണൽ വേർഷൻ ഓഫ് പോസോൺസ് ഇക്വേഷനാണ്. ഇതിനെ ഇൻഹോമോജിനിയസ് വേവ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.